എല്ലാ കൂട്ടുകാർക്കും ചോറ്റുപാത്രം കുക്കിംഗ് വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ ബിരിയാണിയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് ആദ്യം തന്നെ ചിക്കനൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 1 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് 1/4 കപ്പ് തൈര് ഒഴിച്ചു കൊടുക്കണം. ഇതൊരു മീഡിയം പുളിയുള്ള തൈരാണ്. 1/4 കപ്പ് ഒഴിച്ചു കൊടുക്കണം. ഇത് നമ്മൾ പുളിക്ക് വേണ്ടിയിട്ട് വേറെ ഇതിന് നാരങ്ങനീര് മാത്രമേ ചേർക്കുന്നുള്ളൂ, തക്കാളി ചേർക്കുന്നില്ല. അതുകൊണ്ട് ഒരുവിധം പുളിയുള്ള തൈര് വേണം. എന്നാൽ ഒരുപാട് പുളിച്ചതായിട്ടുള്ള തൈര് എടുക്കരുത് കേട്ടോ. ഇനി ഇതിലേക്ക് പൊടികളായിട്ട് 1 ടേബിൾ സ്പൂൺ കാശ്മീരി റെഡ് ചില്ലി പൗഡർ, 1 ടീസ്പൂൺ ജീരകത്തിൻ്റെ പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. മല്ലിപ്പൊടി നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്യുന്നില്ല. പിന്നെ ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റാണ് ഇത് 1.5 ടേബിൾ സ്പൂൺ. രണ്ടും കൂടിയും ഒരുമിച്ച് അരച്ച് വെച്ചേക്കാം കേട്ടോ. നിങ്ങൾക്ക് ചതച്ചിട്ട് വേണമെങ്കിലും അങ്ങനെ ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് എരിവിന് വേണ്ടിയിട്ട് പച്ചമുളകാണ്. കുരുമുളക് പൊടി വേണ്ടവർ പച്ചമുളകിന് റീപ്ലേസ് ആയിട്ട് കുരുമുളക് പൊടി ചേർത്തോളൂ. പക്ഷേ പച്ചമുളക് ചതച്ച് ചേർക്കുന്നതാണ് ഈ ബിരിയാണിയുടെ ടേസ്റ്റ്. അപ്പോൾ ഞാനൊരു 1 ടേബിൾ സ്പൂൺ പച്ചമുളക് ചതച്ചതാണ് ചേർത്ത് കൊടുക്കണേ. ഇത് തൈരെടുത്ത സ്പൂണാട്ടോ, അതാണ് ഇതിന്മേൽ വൈറ്റ് കളർ കാണുന്നത്. 1 ടേബിൾ സ്പൂൺ പച്ചമുളക് ചതച്ചത്. പിന്നെ വേണ്ടത് നമ്മുടെ സാധാരണ ജീരകം ഉണ്ടല്ലോ, ആ ജീരകം 1 ടീസ്പൂൺ. പെരിഞ്ജീരകം അല്ല, സാധാരണ ജീരകം 1 ടീസ്പൂൺ. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് ഏലക്ക. ഒരു 10 ഏലക്ക ഞാൻ ചതച്ച് വെച്ചിട്ടുണ്ട്, അതിനെ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഇനിയും ഇതിനെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്കിപ്പോൾ എടുത്ത് വയ്ക്കാം. ഒരു 1 ഹവറെങ്കിലും ഇതൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കണം. അതിന് ശേഷം ഇതിനകത്ത് കുറച്ചും കൂടി സാധനങ്ങൾ ചേർത്ത് കൊടുക്കാണ്ട് 1 ഹവർ കഴിയുമ്പോൾ നമുക്ക് എടുക്കാം. ബിരിയാണിയുടെ അരി വേവിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഓയിലോ നെയ്യോ ഏത് വേണമെങ്കിലും ഒഴിച്ച് കൊടുക്കാം. അതിനകത്തേക്ക് 1 ടീസ്പൂൺ നാരങ്ങ നീര് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് മല്ലിയുടെ ഇലയും പുതിനയുടെ ഇലയും, 1 പച്ചമുളക് കീറിയത്, ബേ ലീഫ്, പിന്നെ കുറച്ച് സിനമൺ, പിന്നെ നമ്മുടെ ഏലക്ക, പിന്നെ എന്താ പറയുക ജാതിപത്രി, പിന്നെ ഗ്രാമ്പു. ഇത്തരം സാധനങ്ങൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ചെറിയ ജീരകം കൂടി ചേർത്ത് കൊടുത്തിട്ട് വെള്ളം നന്നായിട്ട് തിളയ്ക്കുമ്പോൾ അരി ഇട്ട് കൊടുക്കണം. 1 ടീസ്പൂൺ ചെറിയ ജീരകം. അപ്പോൾ നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് ഇപ്പോൾ 1 ഹവർ കഴിഞ്ഞിട്ടുണ്ട്. അതിനകത്തേക്ക് 1/2 നാരങ്ങയുടെ നീര് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ബിരിയാണി മസാല ഞാനത് വീട്ടിൽ പൊടിച്ചാണ്. ഇതിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് ഞാനൊരു 2 ടേബിൾ സ്പൂണാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഒണിയൻ വറുത്തത് 1.5 കപ്പ് ഒണിയൻ. ഈ 1 കിലോയിലേക്ക് 1.5 കപ്പോളം ഒണിയൻ, വറുത്ത ഒണിയൻ 1.5 കപ്പ് വേണം കേട്ടോ. അല്ലാതെ 1.5 കപ്പ് അരിഞ്ഞിട്ട് വറുത്തെടുക്കരുത്. അപ്പോൾ ഞാനൊരു 2.25 കപ്പ് ഒണിയൻ വറുത്തപ്പോഴാണ് അത്രയും ഒണിയൻ കിട്ടിയത്. അതിനെ വറുത്തത് ചേർത്ത് കൊടുക്കുക. പിന്നെ കുറച്ച് മല്ലിയുടെ ഇലയും പുതിനയുടെ ഇലയും അരിഞ്ഞത്. ഇനി ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. നമ്മൾ ചോറിലേക്ക് ഉപ്പിട്ടിട്ടാണ് വേവിച്ചത്. ചിക്കനിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇപ്പോൾ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കണം. പിന്നെ വേണ്ടത് ഓയിലാണ്. ഞാൻ ആ ഒണിയൻ വറുത്ത ഓയിലിൽ നിന്ന് ഒരു അര കപ്പിൽ താഴെ, ഒരു 1/4 കപ്പ് മുതൽ അര കപ്പ് വരെ ഓയിൽ ഇതിനകത്തേക്ക് ഒഴിച്ച് കൊടുക്കാം. നെയ്യ് ഒഴിച്ച് കൊടുക്കണമെങ്കിൽ നെയ്യ് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. പക്ഷേ ഇത്രയും നെയ്യൊക്കെ ഒഴിച്ചിട്ട് ബിരിയാണി ഉണ്ടാക്കി കഴിഞ്ഞാൽ ഹെൽത്തിന് അത്ര നല്ലതൊന്നുമല്ല. അപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിനകത്തേക്ക് വെള്ളം വേണം. ഞാനപ്പോൾ ഏത് വെള്ളം ഒഴിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അരി വെച്ചിട്ട് തിളച്ച് വരുമല്ലോ, തിളച്ച് വരുന്ന സമയത്ത് അതിൽ നിന്ന് ഞാൻ ഒരു അര കപ്പ് വെള്ളം എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ആ റൈസ് വാട്ടർ, അതാണ് ഇതിനകത്തേക്ക് വെള്ളമായിട്ട് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഏത് ബിരിയാണി ഉണ്ടാക്കുമ്പോഴും ആ വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുത്ത് നോക്കും, നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ബിരിയാണിക്ക്. ആ മസാലയുടെ മണമൊക്കെ ഇതിനകത്തേക്ക് വരും. മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരു അര കപ്പ് ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ, ഒരുപാട് വെള്ളം ഒഴിച്ച് കൊടുക്കണ്ട. ഇനി നമുക്കിതിൻ്റെ മീതേക്ക് നമ്മൾ വേവിച്ച് വെച്ചേക്കണ ചോറ് ഇട്ടിട്ട് മൊത്തം ഒരു 40 മിനിറ്റാണ് നമ്മളിതിനെ ദം ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ 5 മിനിറ്റ് നമുക്ക് ഫുൾ ഫ്ലെയിമിൽ, അതും ചെറുതായിട്ട്, ഏറ്റവും ചെറുതായിട്ട് കത്തണ ബർണറിൽ വെച്ചിട്ട് 5 മിനിറ്റ് ഫുൾ ഫ്ലെയിമിൽ വയ്ക്കുക. ബാക്കി ഒന്നുകിൽ 35 മിനിറ്റ്സ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്യാം. അതല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ബാക്കിയുള്ള സമയം ലോ ഫ്ലെയിമിൽ വെച്ചാലും മതി. അപ്പോൾ 5, 10, 25 അങ്ങനെ വെച്ചാലും മതി. അല്ലെങ്കിൽ 5, 35 ആ രീതിയിലും ദം ചെയ്തെടുക്കാം. അപ്പോൾ ഇതിനെ ഫുൾ ഫ്ലെയിമിൽ 5 മിനിറ്റ് വെക്കണതിന് മുന്നായിട്ട് ഇതിൻ്റെ മീതേക്ക് നമ്മൾ വേവിച്ച് വെച്ചേക്കണ ചോറ് അങ്ങനെ തന്നെ ഇട്ട് കൊടുക്കാം.
അപ്പം നമ്മുടെ ബിരിയാണി ദം ചെയ്യാൻ വെക്കണതിന് മുന്നേ ഞാൻ അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഒണിയൻ ഫ്രൈ ചെയ്തത് മല്ലിയുടെ ഇലയും പുതിനയുടെ ഇലയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നെയ്യ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കളറാണ് ഇട്ട് കൊടുത്തതാണ്. അപ്പോൾ കളറ് അത്ര ഹെൽത്തിന് അത്ര നല്ലതൊന്നുമല്ല, പക്ഷെ കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ 3 കളറാണ് എടുത്തിരിക്കുന്നത്. ഒരേ നുള്ളാട്ടോ പാലിലേക്ക് ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. 1 ടീസ്പൂൺ പാലെടുക്കുക, അതിനകത്തേക്ക് 1 നുള്ള് കളർ ഇട്ട് കൊടുക്കുക. ഞാനിവിടെ യെല്ലോയും റെഡും ഗ്രീനാണ് എടുത്തേക്കുന്നത്. അത് ഈ സൈഡിലേക്കൂടെ ഇങ്ങനെ പല ലെയറായിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ അത് ചെല്ലണോടത്തൊക്കെ ആ കളറ് റൈസ് വന്നോളൂ. ഇനിയും ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഗരം മസാല, നമ്മൾ പൊടിച്ച ഗരം മസാല ഉണ്ടല്ലോ, അതിനെ കുറച്ച് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിനെ ദം ചെയ്യാൻ വേണ്ടിയിട്ട് വയ്ക്കാം. അപ്പോൾ ഞാൻ അരിയുടെ അളവ് പറയാൻ ഞാൻ മറന്നു പോയിട്ടുണ്ട്. ഞാനിപ്പോൾ ഇത് 2.5 കപ്പ് ബസ്മതി റൈസാണ് എടുത്തിരിക്കുന്നത്. ശരിക്കും നോർത്ത് ഇന്ത്യൻ ബിരിയാണിക്കൊക്കെ ബസ്മതി റൈസ് തന്നെയാണ് നല്ലത്. മറ്റേ ചെറിയ അരി വെച്ചും ചെയ്യാം, പക്ഷെ കുറച്ചും കൂടി നല്ലത് ബസ്മതി റൈസ് ആയിരിക്കും. അപ്പോൾ ഇതെൻ്റെ കറക്റ്റ് 1 കിലോനുള്ള പാത്രമാണ്. കറക്റ്റായിട്ട് ഇതിനകത്ത് 2.5 കപ്പ് അരി വേവിച്ച് കഴിഞ്ഞാൽ അതും 1 കിലോ ചിക്കനും കറക്റ്റായിട്ട് പോകും. അപ്പോൾ ഇനി ഇതിനെ ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഞാൻ 5 ലോ ബർണറിൽ വെച്ചിട്ട് 5 മിനിറ്റ് ഫുൾ ഫ്ലെയിമിലും 35 മിനിറ്റ് ലോ ഫ്ലെയിമിലും കുക്ക് ചെയ്യാൻ പോകണം. ബിരിയാണി എന്തായി നോക്കാം. 40 മിനിറ്റ്സ് കഴിഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ഓഫ് ചെയ്തിട്ട് ഏകദേശം ഒരു 10-15 മിനിറ്റ്സ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ അതിൻ്റെ മീതെ ഒരു വെയിറ്റ് വെച്ച് കൊടുത്തതാണ്. ഇത് കവറിങ് ചെയ്യാനായിട്ട് കൃത്യമായിട്ട് നല്ല കറക്റ്റായിട്ടുള്ള പാത്രം ഇല്ലയെന്നുണ്ടെങ്കിൽ അലുമിനിയം ഫോയിൽ വെച്ച് കവർ ചെയ്തിട്ട് അതിൻ്റെ മീതെ വെച്ച് അടച്ചാൽ മതി കേട്ടോ. അപ്പോൾ നമുക്കൊന്ന് തുറന്നു നോക്കാം. ചിക്കൻ പീസൊക്കെ ശരിക്കും കുക്കായിട്ടുണ്ട്. ഒട്ടും വെള്ളമൊന്നുമില്ല, നമ്മൾ ഒഴിച്ച വെള്ളമൊക്കെ അത് വറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ സ്പെഷ്യൽ നോർത്ത് ഇന്ത്യൻ ദം ബിരിയാണി. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കിക്കോളൂ. ടൊമാറ്റോ നമ്മളിതിനകത്ത് ചേർക്കാണ്ടാട്ടോ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. പുതിയ വീഡിയോകൾക്കായിട്ട് കാത്തിരിക്കുക. എല്ലാവർക്കും ഒരു നല്ല ദിനം. നന്ദി, നമസ്കാരം.